മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം അതിനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ അവിടെ ഉടലെടുത്തിരിക്കുകയാണ്. 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാഹ്യലോകവുമായി അവിടെ ഉള്ളവർക്ക് ഒരു ബന്ധം തന്നെ നഷ്ടമായിരിക്കുകയാണ്. സെപ്റ്റംബർ 12 വരെ കോളേജുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണം തന്നെയായിരിക്കും അവിടെ ഇനി ഉണ്ടാവാൻ പോകുന്നത്. എന്താണ് ഭർത്താവിൻ്റെ വിവരങ്ങൾ? അതെ, മണിപ്പൂരിലെ എന്താണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതുപോലെ ക്രമസമാധാനം എല്ലാം വളരെ വലിയ രീതിയിൽ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇതുവരെ കാണാത്ത രീതിയിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ഒരു വംശീയ കലാപം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളൊക്കെ കരുതിയതിലും അപ്പുറത്തേക്കുള്ള ചില മാനങ്ങൾ ഈ മണിപ്പൂരിലുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് അവിടെ കുക്കി മെയ്തേ വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ കലാപം അവിടെ ആരംഭിക്കുന്നു. ആ കലാപത്തിന്റെ പിന്നിലുള്ളത് ഈ നമ്മുടെ സംവരണ വിഷയം. അതായത് അവരുടെ പട്ടികജാതി ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് അവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് അവരെ ആ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചത്. സമുദായത്തെ SC-യിലേക്ക് ചേർക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം. അപ്പൊ ഇതിനെതിരെയാണ് ഈ കുക്കിയും നാഗ വിഭാഗങ്ങളും തമ്മിലുള്ള പ്രക്ഷോഭം ആരംഭിച്ചത്. അപ്പം സംവരണം തന്നെയാണ് ബംഗ്ലാദേശിനെ പോലെയും മണിപ്പൂരിലെ വിഷയം. അതെ, അതുപോലെയാണ്. അതായത് ആ വിഭാഗത്തിലേക്ക് വരുമ്പോൾ അവർക്ക് സംവരണവും കാര്യങ്ങളും അവരുടെ അവകാശങ്ങളെല്ലാം കിട്ടും. അതുപോലെ തന്നെ ഇതും ഒരു സ്പോൺസേർഡ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുവരെ സ്പോൺസേർഡ് അല്ലായിരുന്നു. ആ വിധി വന്നതൊന്നും നമ്മുടെ സ്പോൺസേർഡ് ആയി പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ കുക്കി വിഭാഗങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നു. അതായത് അവരവിടുത്തെ പ്രബലമായ ഗോത്രവർഗമാണ് ഈ കുക്കി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര ഭയം വരുന്നു. കാരണം ഞങ്ങൾ എല്ലാ വിധത്തിലും ഒറ്റപ്പെടുന്നു, സർക്കാർ ഞങ്ങൾക്കെതിരാണ്. മെയ്തേ വിഭാഗത്തിലുള്ള ഏകദേശം 40-60 MLA-മാരിൽ 40 MLA-മാർ മെയ്തേ വിഭാഗത്തിൽപ്പെട്ട MLA-മാരാണ്. അപ്പൊ അതുകൊണ്ട് സർക്കാരിലുള്ള പിടി ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവർക്ക് വരുന്നു. അതിന്റെ ഒരു ഭയത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ തുടങ്ങുന്നത്, ഈ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇവർ പോകുന്നത്. അത് ഇവർ നമ്മൾ ഏറ്റുമുട്ടലാവുന്നു. അപ്പൊ ക്രിസ്ത്യൻ പള്ളി ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം, ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് 2 ഗോത്രവർഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അത് പലപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നില്ല. ഹിന്ദു വിഭാഗങ്ങളും ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഈ 2 ഗോത്രവർഗങ്ങളിലും ഉണ്ട്. അപ്പൊ അവിടെ പള്ളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലെ തന്നെ ഈ ഹിന്ദു ആരാധനാലയ ഈ ഗോത്രവർഗ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ പുറത്തെത്തിയില്ല. പള്ളികളുടെ ആക്രമണം മാത്രമാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. അതിനുശേഷം അതുവരെ ഓക്കെയാണ്. കേന്ദ്രം പോലും ആ രീതിയിൽ എടുക്കുമ്പോൾ പിന്നീട് നടന്നത് ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് ഡ്രോൺ ആക്രമണം നടക്കുകയാണ്. അതായത് 2 ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഡ്രോൺ കടന്നു വരുന്നു, പിന്നെ ആയുധങ്ങൾ കടന്നു വരുന്നു. അത്രത്തോളം ആയുധ ശേഖരണമുള്ള സംസ്ഥാനമല്ല മണിപ്പൂർ. എന്നിട്ട് പോലും അവിടെ നിന്ന് ഡ്രോണുകൾ വരുന്നു, അവിടെ ആക്രമണം നടത്താൻ ആയുധങ്ങൾ എത്തുന്നു, അതും വലിയ വില കൂടിയ ആയുധക്കോപ്പുകൾ എത്തുന്നു. ഇതൊക്കെ എവിടെ നിന്ന് എന്നുള്ളൊരു ചോദ്യം പിന്നീട് ഉണ്ടാവുന്നത്. ആ ചോദ്യം ഉയർന്നതോടെയാണ് ഇതിൽ കോൺഗ്രസിന്റെ ഇടപെടൽ. അതിനൊപ്പം കോൺഗ്രസ് ഏറ്റവും നല്ല വ്യവസായപരമായും എല്ലാ തരത്തിലും ഏറ്റവും നല്ല രാജ്യമെന്ന് പറഞ്ഞ് മറ്റ് രാജ്യങ്ങളിൽ പോയി ഇന്ത്യ എഴുത്തുമ്പോൾ ഈ രാജ്യം ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത് ചൈനയുടെ സ്വാധീനം നമുക്ക് മനസ്സിലാവുന്നത്. ചൈനയാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ നിന്ന് കളിക്കുന്നതെന്നും ഈ കലാപങ്ങൾ ഉണ്ടാക്കാൻ ഒരു കലാപം തന്നെയാണ്, ഒരു കലാപഭൂമിയായി മണിപ്പൂർ മാറിയിരിക്കുന്നു. 2 തവണയാണ് രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിച്ചത്. അതിന് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. മോദി സന്ദർശിക്കാത്ത എന്തുകൊണ്ട്? പ്രത്യേകിച്ച് മണിപ്പൂർ ഭരിക്കുന്നത് BJP സർക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ട് മോദി വന്നില്ല? മോദി എന്തുകൊണ്ട് ഇത്ര വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു? ഏകദേശം 140 പേർ മരണപ്പെട്ടു, 50,000-ത്തിലധികം തീവയ്പ്പുകൾ നടന്നു, 40,000 പേർ പലായനം ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല 2 യുവതികളെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാകുന്നു. ഇതോടെയാണ് ഇത് അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായി കാണപ്പെട്ടത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ സന്ദർശനത്തിലൂടെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലേക്കല്ല ഇറങ്ങിച്ചെല്ലുന്നത്. ആ ഭൂമിയെ ഒരു വലിയ സംഘർഷത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു രാഷ്ട്രീയം കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത് വരുത്തി വെച്ചത് BJP ആണ് എന്ന് പറയുന്നതിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. മാത്രമല്ല ചൈനയുടെ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കാനും, പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഇന്ത്യയോട് വലിയ താല്പര്യമില്ല. എല്ലാ തരത്തിലും ഇന്ത്യയുടെ വികസനം കണ്ടുകൊണ്ട് നിൽക്കാൻ ചൈനയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ ഇന്ത്യ ഏത് തരത്തിലും ഒറ്റപ്പെടുത്തുക, തകർക്കുക, മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് ചൈന ലക്ഷ്യം വെക്കുന്നത്. അത് മണിപ്പൂരിലൂടെ യാഥാർത്ഥ്യമാക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായും. അതായത് ചൈന ഇതിലേക്ക് ഇടപെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത രാജ്യം, അതായത് ഈ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു അതിർത്തി സംസ്ഥാനമാണ്. അത് അടുത്ത രാജ്യമായിട്ട് വരുന്നത് ചൈനയാണ്. ഏകദേശം ഈ മണിപ്പൂരിന്റെ അതിർത്തി
അതിർത്തിയിൽ ഏകദേശം 400 കിലോമീറ്ററുകളോളം, അതായത് 400 കിലോമീറ്ററുകളോളം തുറസായ ഒരു പ്രദേശമാണ്. അതായത് അവിടെ വലിയ എന്താണ് നമ്മുടെ അതിർത്തി തിരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ആ സ്ഥലത്തു കൂടി ഇവർക്ക് സുഖസുന്ദരമായിട്ട് ഈ നുഴഞ്ഞു കയറാം, ചൈനയിലെ ആളുകൾക്ക് നുഴഞ്ഞു കയറാം. അത്തരത്തിലുള്ള നുഴഞ്ഞു കയറ്റം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഈ കുക്കി വിഭാഗങ്ങൾ എന്താണ് ഈ ഒരു പ്രക്ഷോഭം ഏറ്റെടുത്തപ്പോൾ ആദ്യം അവർ അതൊരു രാജ്യവിരുദ്ധ പ്രക്ഷോഭം ഒന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് വിരുദ്ധ പ്രക്ഷോഭം ഒന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് ഇത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അവിടെയാണ് കളി മാറുന്നത്. ആ ഹൈജാക്ക് ചെയ്യപ്പെട്ടു, അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പം അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബിരേൻ സിംഗിന്റെ കയ്യിലോ അവിടുത്തെ സംസ്ഥാന പോലീസിന്റെ കയ്യിലോ ഒന്നും ഇത് നിൽക്കില്ല എന്ന് മനസ്സിലായി. കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം അവിടെ ഇറങ്ങി. സൈന്യം പക്ഷേ എന്താണ് ബിരേൻ സിംഗിനോട് ആലോചിക്കാതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബിരേൻ സിംഗ് അവിടെ എന്താണ് തന്റെ കൂടെയുള്ള MLA-മാരെ ഒക്കെ കൂട്ടി ഗവർണറെ കാണുന്നു, പിന്നെ നീരസം പ്രകടിപ്പിക്കുന്നു. അതൊക്കെ റെഡിക്ക് എന്നാണ് യാഥാർത്ഥ്യത്തിൽ ഒരു സംസ്ഥാനത്ത് കേന്ദ്രം ഒരു സേനയെ വിട്ടുകഴിഞ്ഞാൽ ആ സേനയ്ക്ക് മുഖ്യമന്ത്രി ഒന്നും അല്ല നിർദ്ദേശം കൊടുക്കുക. അതെവിടെയും നമ്മൾ ഇപ്പം ഇവിടെ വയനാട്ടിൽ പ്രശ്നം വന്നു, അവിടെയും നമ്മുടെ മുഖ്യമന്ത്രിയാണോ സേനയ്ക്ക് നിർദ്ദേശം കൊടുത്തത്? അവരുടേതായ രീതിയുണ്ട്, പറയാൻ കഴിയും. അപ്പം ഈ ബിരേൻ സിംഗ് ഒരു പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് BJP-ക്കും ബോധ്യപ്പെട്ടു. BJP-ക്ക് ഉള്ളിൽ തന്നെ ബിരേൻ സിംഗിനെതിരായി കൊണ്ടൊരു ചേരിതിരിവ് ഉണ്ടായി. ഇനി ബിരേൻ സിംഗിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് BJP-യുടെ കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നത്. ഈ സമയത്താണ് ഇവിടെ എന്ത് വരുന്നത്, രാഷ്ട്രപതി ഭരണം എന്നുള്ള ഒരു ആലോചനയിലേക്ക് പോകുന്നത്. കാരണം രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നത് അവിടെ ഈ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കണമെങ്കിൽ അവിടെ കൃത്യമായ ഒരു രാഷ്ട്രീയ പിന്നെ എന്താണ് ഒരു പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട്. അത് അവിടുത്തെ മന്ത്രിസഭയെ പിരിച്ചുവിടാ, ഒരു പക്ഷേ ഈ സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിടാതെ ഒരു രാഷ്ട്രപതി ഭരണമായിരിക്കും. അതായത് സംസ്ഥാനത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് അവിടെ ഭരിക്കുന്ന ആ സർക്കാരിനില്ല എന്ന് ബോധ്യമായിക്കൊണ്ട് രാഷ്ട്രപതി അതിലും അപ്പുറത്തേക്ക് ഈ ഏതൊരു ഗവൺമെന്റ് ആണെങ്കിലും അവരുടെ കയ്യിൽ നിൽക്കുന്നതല്ല ഇത് എന്ന് ബോധ്യപ്പെട്ടു. അതാണ് പ്രശ്നം. കാരണം ഇപ്പൊ അവിടെ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവരുടെ കയ്യിൽ ഇത് നിൽക്കില്ല. അത് പ്രശ്നം ഗുരുതരമാണ്. ഇപ്പൊ ആരും മിണ്ടുന്നില്ല. അതായത് അന്തർദേശീയ തലത്തിൽ അവിടെ ക്രിസ്ത്യാനിറ്റിയെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ തന്നെ ഈ മുൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഡ്രോൺ വന്ന് വീണത് കണ്ടപ്പോൾ ഞെട്ടി. തോക്കുകൾ കൊണ്ട് ആരോപണം ഉന്നയിക്കും, അല്ല മീൻസ് തോക്കുകൾ കൊണ്ട് പിന്നെ എന്താണ് വെടിവെപ്പ് നടത്തുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു, ഇത് എവിടെ നിന്നാണ്, ഇതിനൊന്നും മറുപടിയില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് നടന്ന സംഭവങ്ങൾക്ക് പിന്നിൽ പല കാര്യങ്ങളും ഉണ്ട് എന്നാണ്. മറ്റൊരു വിഷയമുണ്ട്, മയക്കുമരുന്നിനെതിരെ ഈ ബിരേൻ സിംഗ് ശക്തമായി പ്രതികരിച്ചു. ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ്, ബാർ ഓൺ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധപ്രഖ്യാപനം തന്നെ ബിരേൻ സിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഈ മയക്കുമരുന്ന് മാഫിയ മ്യാൻമാറിൽ നിന്നും ഇവിടേക്ക് ആ കഞ്ചാവ് കറുപ്പ് കൊണ്ടുവരുന്നതിനൊക്കെ അതിന് ആ ഒരു തടയിടാനായി അദ്ദേഹം അതിനെതിരെ ശക്തമായി വളരെയധികം നശീകരണ പ്രവർത്തനങ്ങൾ അതിന് നടത്തി കഴിഞ്ഞിരുന്നു. അപ്പൊ ആ മയക്കുമരുന്ന് മാഫിയയും ഇതിൽ ഇൻവോൾവ് ആണോ എന്ന് അല്ല, അത് ഈ ഒരു മിനിറ്റ്, അതായത് പിന്നെ പറയാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഈ എന്താണ് മയക്കുമരുന്ന് മാഫിയ ഈ കുക്കി വിഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഈ കറുപ്പ് കൃഷി എന്ന് പറയുന്നത്. അവിടെ ഒരു അപ്പൊ ഇവർ ഇവിടെ ഗോത്രത്തിന്റെ ഭാഗമായിട്ട് അവർ കറുപ്പ് കൃഷി ചെയ്യുന്നുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ട്, അവർ വിൽപ്പന നടത്തുന്നുണ്ട്, അവരൊന്നും പ്രശ്നമില്ല അവർക്ക്. പക്ഷേ ഇത് മയക്കുമരുന്ന് എന്നുള്ളത് ഒരു ഗുരുതരമായ വിപത്താണെന്നും അവിടുത്തെ യുവാക്കളുടെയും മറ്റാളുകളുടെയും സിരകളിലൂടെ ഇത് ഓടുന്നുണ്ടെന്നും ഇത് വലിയൊരു ബുദ്ധിമുട്ടാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബിരേൻ സിംഗ് ഇത്ര ഒരു നടപടിയെടുത്തത്. അവിടെയുള്ള പല കറുപ്പ് കൃഷി തോട്ടങ്ങളും നശിപ്പിക്കപ്പെട്ടു. പക്ഷെ ഇവർ ഈ കുക്കി വിഭാഗങ്ങൾ വിചാരിച്ചത് തങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാനും തങ്ങൾക്കെതിരെയുമുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഇവർ കണ്ടത്. 18,000 ഏക്കറിലധികം ഈ കഞ്ചാവ് തോട്ടങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഈ യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഇവർ കണ്ടത്. ആ യുദ്ധപ്രഖ്യാപനമാണ് എന്ന് വിചാരിക്കുമ്പോൾ ഈ എന്താണ് നാഗ ആളുകളും ഇവരുടെ കൂടെ, അതായത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുക്കികളും മെയ്തേ വിഭാഗങ്ങളും തമ്മിലുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴാണ് വന്നതെങ്കിൽ അതിനു മുമ്പേ 90കളിൽ നാഗ വിഭാഗവും കുക്കികളും തമ്മിലായിരുന്നു പ്രശ്നം. അതവിടെ ഒരു എന്താണ് അവിടെ ഒരു ഉടമ്പടിയൊക്കെ വെച്ചുകൊണ്ട് ചില കരാറുകളൊക്കെ ഏർപ്പെട്ടുകൊണ്ട് അത് പരിഹരിച്ചതാണ്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ അതിൽ വഞ്ചിക്കപ്പെട്ടു, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഇത് രണ്ട്, അതായത് മണിപ്പൂരിന്റെ ഒരു ഭൂപ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ താഴ്വരകളിൽ, മണിപ്പൂർ താഴ്വരകളിലാണ് മെയ്തേ വിഭാഗങ്ങളുള്ളത്. അതിന്റെ മുകളിൽ ഈ എന്താണ് ഫോറസ്റ്റ് ഏരിയകളിൽ ആണ്, മലയുടെ മുകളിലാണ് കുക്കി വിഭാഗങ്ങളും നാഗാ വിഭാഗങ്ങളും താമസിക്കുന്നത്. അപ്പൊ അവിടെ ആ ഫോറസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പലതരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഗോത്ര വിഭാഗങ്ങൾക്ക് അവരുടേതായ ചില ജീവിത രീതികളുണ്ടല്ലോ, രീതികളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് കടന്നു കയറുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ ഭയം. അതിനെ കൃത്യമായ സമയത്ത്
ചൈന ഉപയോഗിച്ചു. ചൈന എന്ത് ചെയ്തു? ഈ ഒരു കാര്യത്തെ ഉപയോഗിക്കുകയും അവിടെ അവർക്ക് പൈസ കൊടുക്കുകയും അവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവിടെ വിഘടനവാദത്തിന്റെ പുതിയൊരു നീക്കം നടത്തുകയും കുക്കി ലാൻഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വേണമെന്നും ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുകയുണ്ടായി. ഇത്തരത്തിൽ വിഘടനവാദം ചൈനയുടെ കളിയാണ് ഇത്തരത്തിലൊരു സംസ്ഥാനം വേണമെന്നുള്ള ഇവരുടെ ഈ നീക്കവും ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ട്, അതായത് നിങ്ങൾ ഒറ്റപ്പെടുമെന്ന് പറഞ്ഞ് ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ചൈനയാണ് ഇതിന്റെ മുന്നിൽ നിന്ന് കളിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഇന്ത്യയിൽ ഡ്രോൺ വന്നു എന്നൊക്കെ, ഡ്രോൺ ഉപയോഗിച്ച് ഒരു കലാപം ഇന്ത്യയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചൈന എത്രത്തോളം നമ്മുടെ ഇന്ത്യയിലേക്ക് കണ്ണു നട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ ആ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം. അതിലൊരു കാര്യമുണ്ട്, ഈ കാശ്മീരിന് ജനജീവിതം ഇത്രത്തോളം സുഗമമാക്കി ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും മണിപ്പൂരിലും സമാധാനം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും.